എസ്.എഫ്.ഐയുടെ പ്രസിഡന്റ് ഇത്ര പ്രധാനപ്പെട്ട ചർച്ചയിൽ സ്മൃതിയോട് സമയം ചോദിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കിട്ടിയ ഏതോ ഒരു ഡാറ്റ 2004 ഡാറ്റ പറയാനാണ് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ സമയം ചോദിച്ചു വാങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങൾ 70,000-ഓളം വരുന്ന എൻട്രൻസ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് എക്സാം റിസൾട്ട് വരുന്നതിന് തൊട്ട് ജൂലൈ മാസം 1-ാം തീയതി തൊട്ട് തലേ ദിവസം 5:3:2 എന്ന് പറഞ്ഞ റേഷ്യോ കൊണ്ടുവരുമ്പോൾ ഇത് എവിടുന്ന് കൊണ്ടുവന്നതാണെന്നുള്ള ചോദ്യമല്ലേ? അതിന് എസ്.എഫ്.ഐയുടെ പ്രസിഡന്റ് കണ്ടെത്തിയ ഒരു കാര്യം ഇതൊരു തമിഴ്നാട് മോഡലാണ് എന്നാണ്. ഞാൻ ശിവപ്രസാദ് പറയാം, തമിഴ്നാട് ഘടകം ഉണ്ടല്ലോ എസ്.എഫ്.ഐയുടെ, ഒന്ന് വിളിച്ച് ചോദിക്കണം, തമിഴ്നാട്ടിൽ എൻട്രൻസ് എക്സാം ഉണ്ടോ ശിവപ്രസാദ്? മണ്ടത്തിനെ പറയുമ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? നിങ്ങൾ മണ്ടത്തിന് പറയുമ്പോൾ ആലോചിക്കണ്ടേ? തമിഴ്നാട്ടിൽ എൻട്രൻസ് എക്സാം ഉണ്ടോ? അവിടെ ബോർഡ് എക്സാമിന്റെ മാനദണ്ഡത്തിലാണ് അവിടെ അഡ്മിഷൻ നടക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു എൻട്രൻസ് എക്സാം മാനദണ്ഡമാക്കിയാൽ പോരെ, അല്ലെങ്കിൽ ബോർഡ് എക്സാം അപ്പൊ പറയാണ് അത് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെ സഹായിക്കാനുള്ള MSFന്റെ തീരുമാനമല്ലേ? വിഡിത്തം പറയല. 50-50 ആകുമ്പോൾ 50% എൻട്രൻസ് അല്ലേ? അപ്പൊ നിങ്ങൾ എൻട്രൻസ് എക്സാമിനെ കോച്ചിങ് സെന്ററുകളെ സഹായിക്കാനാണോ 50% അതിന് മാർക്കെടുക്കുന്നത്? നിങ്ങളുടെ കൊടി പിടിക്കുന്ന പ്രവർത്തകന്മാരില്ലേ ഇതില്? അവരുടെ അനിയന്മാരില്ലേ ഇതില്? അവരുടെ അനിയത്തിമാരില്ലേ? ഗവൺമെന്റ് ന്യായീകരിച്ചാൽ മാത്രം മതിയോ? എന്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, പത്രക്കാരെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, താങ്കൾക്ക് ഉത്തരമില്ലെങ്കിൽ ഉത്തരമില്ല എന്നാണ് പറയേണ്ടത്.